വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് സെക്കൻഡ് സെമിസ്റ്റർ റീഡിംഗ് ഫിക്ഷനിലെ ഓപ്പൺ ഇറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യക്കാരനും പിന്നീട് പാകിസ്ഥാനിയുമായ ഉറുദു സാഹിത്യകാരൻ സാദത്ത് ഹസൻ മാന്തോ എഴുതിയിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലഘട്ടത്ത് നാട്ടിലുണ്ടായിട്ടുള്ള വ്യാപകമായ കലാപത്തിൻ്റെയും അക്രമത്തിൻ്റെയും ഒരു ചിത്രമാണ് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത്. നമ്മളിവിടെ ഈ സ്റ്റോറിയുടെ ഒരു സമ്മറിയും എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ സ്റ്റോറിയുടെ സമ്മറി നോക്കാം. ഓപ്പൺ ഇറ്റ് ബൈ സാദത്ത് ഹസൻ മാന്തോ is a powerful short story set during the partition of India. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലഘട്ടത്തെ ഒരു കഥയാണ് ഈ ഷോർട്ട് സ്റ്റോറിയിൽ അവതരിപ്പിക്കുന്നത്. ദ സ്റ്റോറി പോർട്രേസ് ദ ഹൊറർ, ലോസ് ആൻഡ് ട്രോമ എക്സ്പീരിയൻസ്ഡ് ബൈ കൗണ്ട്ലെസ് ഇൻഡിവിജ്വൽസ് ഡ്യൂറിങ് ദ പാർട്ടീഷൻ. അപ്പോൾ ഈ വിഭജന കാലഘട്ടത്ത് ഉണ്ടായിട്ടുള്ള കലാപങ്ങളുടെയും അക്രമത്തിൻ്റെയും ഫലമായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരനുഭവിച്ചിട്ടുള്ള ഒരു വേദനയുടെ ചിത്രമാണ് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത്. The story follows Sirajuddin, an old man who finds himself in a refugee camp after fleeing from the violence that erupted in Amritsar. ഇനി സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് സിറാജുദ്ദീൻ എന്ന ഒരു ഓൾഡ് മാനെയാണ്. അമൃത്സറിൽ ഉണ്ടായിട്ടുള്ള വർഗീയ കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഒരു അഭയാർത്ഥി ക്യാമ്പിൽ എത്തിപ്പെട്ടതായിട്ട് നമ്മൾ സിറാജുദ്ദീനെ കാണുന്നു. When he regains consciousness, he realizes that his daughter Sakina is missing. അങ്ങനെ ചുറ്റുമുള്ള ഈ ബഹളങ്ങളിൽ നിന്ന് എല്ലാം ഇങ്ങനെ ആകെ മരവിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് സിറാജുദ്ദീനെ ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ അയാൾക്ക് ഈ ഓർമ്മ തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് അയാൾ ആദ്യം മനസ്സിലാക്കുന്നത് അയാളുടെ ഒരേ ഒരു മകളായിട്ടുള്ള സക്കീന അയാളുടെ കൂടെ ഇല്ല എന്നുള്ള കാര്യമാണ്. In the chaos of the mass displacement, he searches frantically for her but is unable to recall exactly when they were separated. അങ്ങനെ അയാൾ ഇങ്ങനെ ആകെ പരിഭ്രാന്തനായിക്കൊണ്ട് തൻ്റെ മകളെ അന്വേഷിച്ചുകൊണ്ട് ആ ബഹളങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കുന്നു. പക്ഷേ ഈ അമൃത്സറിൽ നിന്ന്, ഈ കലാപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഈ അഭയാർത്ഥി ക്യാമ്പിലേക്ക് എത്തുന്നതിനിടയിൽ എവിടെ വെച്ചുകൊണ്ടാണ് തൻ്റെ മകളെ നഷ്ടപ്പെട്ടത് എന്ന് ഓർത്തെടുക്കാൻ വേണ്ടി അയാൾക്ക് കഴിയുന്നില്ല. The trauma of seeing his wife's brutal murder has clouded his memory, leaving him with only fragments of their escape. ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിലേക്ക് വരുന്നത് അയാളുടെ ഭാര്യ തൻ്റെ സ്വന്തം മുന്നിൽ വെച്ചിട്ട് കൊല ചെയ്യപ്പെടുന്ന ഒരു രംഗമാണ്. അപ്പോൾ ആ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഈ ഓർമ്മ കാരണം കൊണ്ട് അയാൾക്ക് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അയാളുടെ മകളെയും കൊണ്ട് അയാൾ ഓടുന്ന ഒരു രംഗം മാത്രമാണ് അയാളുടെ ഓർമ്മയിലേക്ക് വരുന്നത്. He clings to a piece of her dupatta, the only thing he has left for her. അങ്ങനെ ആ ഓട്ടത്തിനിടയിൽ തൻ്റെ മകളുടെ ദുപ്പട്ട വീണു പോവുകയും അയാൾ അത് എടുക്കുകയും ചെയ്യുന്നത് അയാൾക്ക് ഓർമ്മയുണ്ട്. ആ ദുപ്പട്ട ഇപ്പോഴും അയാളുടെ കയ്യിലുണ്ട്. പക്ഷേ അതിനിടയിൽ എവിടെ വെച്ചുകൊണ്ടാണ്, ഓട്ടത്തിനിടയിലാണോ അതോ ട്രെയിനിൽ വെച്ചിട്ടാണോ എവിടെ വെച്ചിട്ടാണോ മകളെ നഷ്ടപ്പെട്ടതെന്ന് അയാൾക്ക് ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. Days later, Sirajuddin meets a group of young volunteers who promise to find Sakina. അങ്ങനെ 3-4 ദിവസങ്ങൾക്ക് ശേഷം സിറാജുദ്ദീൻ ഒരു കൂട്ടം ചെറുപ്പക്കാരെ കാണുകയാണ്. തൻ്റെ മകളെ കാണാനില്ലാത്ത കാര്യം ഈ ചെറുപ്പക്കാരോട് അയാൾ പറയുകയും മകളെ കണ്ടുപിടിക്കാം എന്ന് അവരയാൾക്ക് വാക്ക് കൊടുക്കുകയും ചെയ്യുന്നു. These men, armed and traveling in a lorry, are dedicated to rescuing those lost in the violence. ഈ ചെറുപ്പക്കാരാണെങ്കിൽ വളണ്ടിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അവരൊരു ലോറിയിൽ ആയുധങ്ങളുമായിട്ടാണ് നടക്കുന്നത്. കാരണം ആയുധങ്ങളില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ളത്. മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ വർഗീയമായിട്ട് ആളുകൾ ആക്രമിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് അന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ചെറുപ്പക്കാർ ആയുധങ്ങളുമായിട്ട് ലോറിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ഇതുപോലെ വീടും വീട്ടുകാരും നഷ്ടപ്പെട്ട ആളുകളെ തിരികെ കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. He describes his daughter to them, emphasizing her beauty and distinct mole. അപ്പോൾ തൻ്റെ മകൾ നഷ്ടപ്പെട്ട കാര്യവും തൻ്റെ മകളെ തിരിച്ചറിയാനുള്ള അടയാളവും എല്ലാം സിറാജുദ്ദീൻ അവരോട് പറയുന്നു. തൻ്റെ മകളുടെ മുഖത്ത് ഒരു മറുകുള്ള കാര്യവും എല്ലാം എങ്ങനെ അവളെ തിരിച്ചറിയാമെന്നുള്ള കാര്യമൊക്കെ സിറാജുദ്ദീൻ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു. The men reassure him and embark on their mission. അപ്പോൾ അവൾ ജീവനോടെ ഉണ്ടെങ്കിൽ തങ്ങൾ അവളെ തിരികെ കൊണ്ടുവന്നിരിക്കും എന്ന് വാക്ക് കൊടുത്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ അവിടെ നിന്ന് പോകുന്നത്. Eventually, they come across a girl matching Sakina's description.
അങ്ങനെ ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടാണ് അവർ ഈ സക്കീനയുടെ രൂപസാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത്. ഷീ ഈസ് ടെറിഫൈഡ് ബട്ട് ഇവഞ്ച്വലി കൺഫേംസ് ഹെർ ഐഡൻറ്റിറ്റി. ഇവരിങ്ങനെ ലോറിയിൽ ആയുധങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സക്കീന ഭയപ്പെടുകയും അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവർ അവിടെ ചെന്നിട്ട് തങ്ങൾ ഉപദ്രവിക്കാൻ വന്നതല്ല, തങ്ങൾ നിൻ്റെ അച്ഛൻ്റെ അടുത്തുനിന്ന് വന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കുന്നു. The volunteers feed her, give her clothes and take her away in their vehicle. അങ്ങനെ അവൾക്ക് ഭക്ഷണവും വസ്ത്രവും എല്ലാം കൊടുത്തുകൊണ്ട് അവരുടെ ലോറിയിൽ കയറ്റിക്കൊണ്ട് അവർ സക്കീനയെ കൊണ്ടുപോകുന്നു. സിറാജുദ്ദീൻ അൺഅവെയർ ഓഫ് ദീസ് ഡെവലപ്മെൻറ്റ്സ് കണ്ടിന്യൂസ് ഹിസ് ഡെസ്പറേറ്റ് സെർച്ച്. എന്നാൽ ഈ കാര്യമൊന്നും അറിയാത്ത സിറാജുദ്ദീൻ അപ്പോഴും തൻ്റെ മകളെ തെരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. One day, he meets the volunteers but receives no information about Sakina. അങ്ങനെ ഒരു 2-3 ദിവസങ്ങൾക്ക് ശേഷം അയാൾ ആ വളണ്ടിയേഴ്സിനെ വീണ്ടും കാണുന്നു. എന്നാൽ സക്കീനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ യാതൊരു വിവരവും അയാൾക്ക് ലഭിക്കുന്നില്ല. They lie to him that they haven't found her yet. അവർ പറയുന്നത് സക്കീനയെ അവർക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു നുണയാണ് അവർ അയാളോട് പറയുന്നത്. ഫോർ ഷാഡോവിങ് ഹെർ ട്രാജിക് ഫേറ്റ്. അപ്പോൾ സക്കീനയെ അവർ കണ്ടിട്ടില്ല എന്ന് നുണ പറയുമ്പോൾ തന്നെ സക്കീനയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാവായിരിക്കുന്ന ആ ദാരുണ അനുഭവത്തെക്കുറിച്ചുള്ളൊരു സൂചന നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഹി റിമെയിൻസ് ഹോപ്പ്ഫുൾ ആൻഡ് പ്രേസ് ഫോർ ദെയർ സക്സസ്. സിറാജുദ്ദീൻ ആണെങ്കിൽ ഇതൊന്നും അറിയാതെ തൻ്റെ മകളെ അവർ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പ്രാർത്ഥനയോടെ കഴിയുന്നു. ലേറ്റർ ദാറ്റ് ഈവനിങ് he hears commotion near the camp where a girl has been found unconscious by the train tracks. അങ്ങനെ അന്ന് വൈകുന്നേരം ആ ക്യാമ്പിന് സമീപത്ത് നിന്ന് ഇങ്ങനെ ആളുകളുടെ ബഹളമൊക്കെ സിറാജുദ്ദീൻ കേൾക്കുന്നു. അവിടെ പോയി നോക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ബോധരഹിതയായിട്ട് ട്രെയിൻ ട്രാക്കിനരികിൽ കിടക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഹി ഫോളോസ് ദ മെൻ ക്യാരിങ് ഹെർ ടു ദ ഹോസ്പിറ്റൽ ആൻഡ് സ്ലോലി അപ്രോച്ചസ് എ സ്ട്രെച്ചർ. അങ്ങനെ ഇവരുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് അയാളും പോകുന്നു. ഹോസ്പിറ്റലിലേക്ക് സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്ന ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് സിറാജുദ്ദീൻ ചെല്ലുന്നു. ആസ് എ ലൈറ്റ് ടേൺസ് ഓൺ ഹി റെക്കഗ്നൈസസ് സക്കീനാസ് ഫേസ്. അങ്ങനെ അവിടെ ലൈറ്റ് ഓണാക്കുന്ന സമയത്ത് ആ സ്ട്രെച്ചറിൽ കിടക്കുന്ന പെൺകുട്ടിക്ക് തൻ്റെ മകളുടെ മുഖമാണുള്ളത് എന്ന് അയാൾ തിരിച്ചറിയുന്നു. The story reaches its chilling climax when the doctor instructs Sirajuddin to open it, pointing to the window. ഇനി നമ്മളെ മരവിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ക്ലൈമാക്സിലേക്കാണ് കഥ പോകുന്നത്. ഈ സ്ട്രെച്ചറിൽ കിടക്കുന്ന പെൺകുട്ടിയുടെ അടുത്തെത്തുന്ന ഡോക്ടർ ജനലിന് നേരെ ചൂണ്ടിക്കൊണ്ട് അത് തുറക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. In a reflective motion, Sakina's lifeless body stirs slightly and begins to lower her salwar, revealing the brutal reality of what she has endured. ഇനി ഈ തുറക്ക് എന്നുള്ള വാക്ക് കേൾക്കുന്ന സമയത്ത് ഇവിടെ ജീവനറ്റ് കിടക്കുന്ന സക്കീനയുടെ ശരീരം അവളുടെ സൽവാർ അഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ മരണത്തിൻ്റെ അവസാന നിമിഷം വരേക്കും എത്ര തവണ അവൾ ഈ വാക്ക് കേട്ടിരിക്കും, അതിനോട് അവൾ എത്രമാത്രം കണ്ടീഷൻഡ് ആയിരിക്കും എന്നുള്ള ഒരു ദാരുണമായിട്ടുള്ള ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. Sirajuddin, overwhelmed with relief, celebrates that his daughter is alive, completely oblivious to the horror of her suffering. എന്നാൽ അവൾ അനുഭവിച്ചിട്ടുള്ള ദാരുണതയുടെ ഒരു ഫലമാണ് അവിടെ കാണുന്നത് എന്ന് മനസ്സിലാക്കാതെ തൻ്റെ മകൾ അനങ്ങുന്നത് കാണുമ്പോൾ അവൾക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സിറാജുദ്ദീൻ സന്തോഷിക്കുന്ന ആ നിഷ്കളങ്കതയും നമ്മളവിടെ കാണുന്നു. Meanwhile, the doctor, realizing the extent of the tragedy, is left in cold sweat, symbolizing the unspeakable trauma inflicted upon women during the partition. എന്നാൽ ഈ ഒരു ട്രാജഡിയുടെ വ്യാപ്തി മനസ്സിലാക്കുന്ന ഡോക്ടർ അവിടെ മരവിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയോട് കൂടിയിട്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. അത്തരത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ കാലഘട്ടത്തിൽ മതത്തിൻ്റെ പേരിലുണ്ടായിട്ടുള്ള വർഗീയ കലാപങ്ങളിൽ എത്രമാത്രമാണ് ജനങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ, ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് എന്നൊരു ചിത്രം ഈ കഥയിൽ വരച്ചു കാണിക്കുന്നു. Mando's story is a harrowing critique of the violence and atrocities committed against women during this period. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ നേരിടേണ്ടി വന്നിട്ടുള്ള അക്രമങ്ങളെയും അതിക്രമങ്ങളെയും വിമർശിക്കുന്ന ഒരു കഥയായിട്ടാണ് നമ്മളിത് കാണുന്നത്. Mando's use of magical realism in the final scene underscores the horrific reality of sexual violence during partition. പ്രത്യേകിച്ചും ഈ കഥയുടെ ക്ലൈമാക്സിൽ അവതരിപ്പിക്കുന്ന മാജിക്കൽ റിയലിസം ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ നേരിടേണ്ടി വന്നിട്ടുള്ള അക്രമങ്ങൾ എത്ര വലുതാണ് എന്നുള്ളത് അവതരിപ്പിക്കുന്നു. സക്കീന, ഈവൻ ഇൻ ഡെത്ത്, റെസ്പോൺസ് റിഫ്ലക്റ്റീവ്ലി ടു എ കമാൻഡ്.
highlighting the extent of dehumanization. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്ലൈമാക്സിൽ കാണുന്ന മാജിക്കൽ റിലീസത്തിൽ മരിച്ചു കിടക്കുന്ന ഒരു മൃതശരീരം പോലും ഓപ്പൺ ഇറ്റ് എന്ന വാക്കിനോട് പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എത്രമാത്രമാണ് അവർ ഡീഹ്യൂമനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഈ കഥ അവതരിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.